ഈ കഞ്ചാവ് അടിക്കുന്ന ആൾക്കാരും MDMA അടിക്കുന്ന ആൾക്കാരും അതിന്റെ ഭവിഷ്യത്തുകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഭാവിയിൽ അവർക്ക് അതിൽ വരാൻ പോകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ള നല്ല ബോധം അവർക്കുണ്ടാവും. എന്നിട്ട് അവർ റിസ്ക് എടുത്ത് അതൊക്കെ അവർ ചെയ്യുകയാണെങ്കിൽ അതവർ ചെയ്തോട്ടെ. മറ്റൊരു ജീവൻ എടുത്ത വാർത്തയിലേക്കാണ് ഇവിടെ മകൻ ഒരു അമ്മയുടെ ജീവൻ എടുത്തു. അതിലഹരിയിൽ മകൻ അമ്മയെ കഴുത്തറുത്തു കൊന്നു. മദ്യം കിട്ടാത്തതിനാൽ കുന്നംകുളത്ത് യുവാവ് ആത്മഹത്യ സുഹൃത്തിനെ കുമാർ വെട്ടിക്കൊന്നത് സുഹൃത്തായ ബിജുവുമായി ഇന്നലെ രാവിലെ മുതൽ വീടിന് പരിസരത്ത് മദ്യപിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ചില വാക്കേറ്റങ്ങൾ ഉണ്ടായി. തിരുവനന്തപുരം പെരുമാതുറയിൽ 17 മരണം അമിത അളവിൽ അമിതമായ ലഹരി ഗുളിക ഉപയോഗിച്ച് തുടർന്ന് വെള്ളി സ്വദേശി നഗരത്തിൽ ലോഡ്ജിൽ വെച്ച് കരിങ്കലത്താണിയിൽ ലഹരിയിൽ നാട്ടുകാരെ ആക്രമിക്കുന്നതിന് യുവാവ് മരിച്ചു. കരിങ്കലത്താണി സ്വദേശി നിസാമുദ്ദീനാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു ലഹരിക്കപ്പെട്ട ഇയാൾ പലരെയും ആക്രമിച്ചത്. ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. തുടർന്ന് മദ്യപിച്ച അബോധാവസ്ഥയിൽ യുവാവ് ഓടിച്ച സ്കൂട്ടർ മറ്റ് വാഹനങ്ങൾ മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ പ്രതി അഖിലിന്റെയും മനോനിലയുള്ളത്. കാരണം രണ്ടുപേരും ലഹരിക്ക് അടിമയായി ഈ കൊലപാതകത്തിലേക്ക് കടക്കുകയായിരുന്നു. പണം ആവശ്യപ്പെട്ട് നൽകാത്തതിനാണ് കുണ്ടറയിൽ അഖിൽ എന്ന് പറയുന്ന യുവാവ് അമ്മ പുഷ്പലതയും മുത്തച്ഛൻ ആന്റണിയെയും കൊലപ്പെടുത്തിയത്. മദ്യവിൽപ്പന ആരംഭിച്ചതിന് പിന്നാലെയാണ് 3 കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കോട്ടയത്ത് മകൻ അമ്മയുടെ കഴുത്തറുത്തു കൊന്നപ്പോൾ തിരുവനന്തപുരത്ത് സുഹൃത്തിനെ തലക്കടിച്ചു കൊന്നു. ഇന്നലെ മലപ്പുറത്ത് അച്ഛനെ മകൻ തള്ളിയിട്ട് കൊന്നിരുന്നു. നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത്? അറ്റ്ലീസ്റ്റ് ഈ ലോകത്ത് ജീവിക്കുന്ന, നിങ്ങൾക്ക് ചുറ്റുപാടുകളിലും ജീവിക്കുന്ന സ്ത്രീകളെ കുറിച്ച് ഒരല്പമെങ്കിലും ആലോചിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഈ വൃത്തികേട് പറയുമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ കണക്കെടുത്ത് നോക്കുക. ബഹുഭൂരിപക്ഷം സ്ത്രീകളും ഇവിടെ നരകിക്കുന്നത് ഭർത്താക്കന്മാർ ആൽക്കഹോളിക് ആയതുകൊണ്ടാണ്. മദ്യപാനികളായ ഭർത്താക്കന്മാരുടെ ആട്ടും തുപ്പും സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീകളാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകളും, പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകളുടെ ഭൂരിപക്ഷവും. ഇങ്ങനെ ആയിരിക്കെ ഈ സ്ത്രീകളെ ഒന്നും കാണാതെ ഇങ്ങനെ മദ്യപിക്കുന്ന കുറച്ച് പുരുഷ കേന്ദ്രീകൃതമായി അങ്ങ് ചിന്തിക്കുക. എന്നിട്ട് പറയാണ് ഒരു കുഴപ്പമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ നമ്മുടെ നാട്ടും പുറത്തേക്കൊന്ന് ഇറങ്ങിയാൽ പോരെ. അറ്റ്ലീസ്റ്റ് വേണ്ട, കണക്കുകളൊന്നും എടുക്കണമെന്നില്ല, നാട്ടും പുറത്തേക്കൊന്ന് ഇറങ്ങിയാൽ പോരെ. എത്രമാത്രം സ്ത്രീകളാണ് ആ കണ്ണീര് കുടിച്ച് ജീവിക്കുന്നത്. എന്താ, ഒരു 7 മണിയായാൽ തുടങ്ങും, 4 കാലിൽ ഇങ്ങോട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യും? സ്ത്രീകൾ ആട്ടും തുപ്പും മക്കളെയും അതുപോലെ തന്നെ ഭാര്യയെയും ഒക്കെ വലിയ രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്ന എത്രത്തോളം പുരുഷന്മാർ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് പറയുന്നത് മദ്യം കുടിക്കുന്നതുകൊണ്ട് കുടിക്കുന്ന ആൾക്ക് പ്രശ്നമുണ്ട് എന്നല്ലാതെ വേറെ ആർക്കും ഒരു കുഴപ്പമില്ല. കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ചൂടെ? കുറച്ചൊക്കെ ഒന്ന് ചിന്തിച്ചൂടെ? ഞാൻ പറയുന്നത് പൊതുവേ നമ്മൾ പറയുന്ന ഒരു വൈരുദ്ധ്യമാണ്. ഈ സ്ത്രീപക്ഷവാദികൾ, ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ അവർ ഭയങ്കര സ്ത്രീ വിരുദ്ധതക്കെതിരായിട്ടൊക്കെ സംസാരിക്കും. പക്ഷെ ഏറ്റവും വലിയ സ്ത്രീ പീഡനം നടക്കാനുള്ള കാരണം മദ്യപാനമാണ്. കാരണം മദ്യം കുടിച്ചിട്ടാണ് 4 കാലിൽ വന്നിട്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്. അതിനെതിരെ മിണ്ടാൻ പല ഭൂരിപക്ഷം സ്ത്രീപക്ഷവാദികളും തയ്യാറാവാറില്ല. ഏറ്റവും വലിയ ഹിപ്പോക്രസിയാണത്. അപ്പോൾ എന്നിട്ട് പറയാണ് മദ്യം കൊണ്ട് ചുറ്റുപാടുള്ളവർക്കൊന്നും ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഈ ഉപദ്രവിക്കപ്പെടുന്ന സ്ത്രീകളൊന്നും നിങ്ങൾ മനുഷ്യന്മാരായി കാണുന്നില്ലേ? ഇനി മാത്രമല്ല, ക്രൈം ആൻഡ് വയലൻസിൽ ആൽക്കഹോളിന്റെ പങ്ക് എത്രത്തോളമാണ് ഇത് പരിശോധിച്ചു നോക്കിക്കൂടെ? നമ്മുടെ രാജ്യത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വയലൻസുകളിലും അതുപോലെ തന്നെ ക്രൈമുകളിലുമൊക്കെ എത്രത്തോളമാണ് ആൽക്കഹോളിന്റെ സാന്നിധ്യം എന്നുള്ളത്. ആൽക്കഹോളിക്കായിട്ട് എന്തിനേറെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും കേട്ട വാർത്തകൾ, സ്വന്തം മാതാപിതാക്കളെ പോലും ഉപദ്രവിക്കുകയും കൊല്ലാൻ വരെ തയ്യാറാവുന്ന മക്കൾ, അവരുടെയൊക്കെ പിന്നിൽ ഈ സാധനമാണ്. എന്നിട്ടാണ് പറയുന്നത് മദ്യം കൊണ്ട് ചുറ്റുപാടുള്ളവർക്ക് ഒരു ഉപദ്രവവും ഇല്ല. പക്ഷേ ഇമാതിരി വൃത്തികേടുകൾ പറയരുത്. ഇമാതിരി ഫാക്റ്റിന് വിരുദ്ധമായിട്ടുള്ള അവാസ്തവമായ കാര്യങ്ങൾ പറയരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ക്രൈം, വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ്, ഏറ്റവും പ്രധാനമായിട്ടും ഡൊമസ്റ്റിക് വയലൻസ്, അതുപോലെ തന്നെ കുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥകൾ, ഇതിലൊക്കെ ആൽക്കഹോളിന്റെ പങ്കെന്ന് പറയുന്നത് ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മാത്രമല്ല, റോഡ് ആക്സിഡൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനാരാ? അതുകൊണ്ടല്ല ഈ ഊതാൻ പിടിക്കുന്ന സാധനമായിട്ട് ആളുകൾ നടക്കുന്നത്, പോലീസുകാർ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? മറ്റുള്ളവർക്ക് ഒരു പ്രശ്നവും ഇല്ലാത്തൊരു സാധനം ഇങ്ങനെ ഊതി കണ്ടുപിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് റോഡ് ആക്സിഡൻസ് ഒന്നും മറ്റുള്ളവർക്കുള്ള ഉപദ്രവമല്ല എന്ന് വല്ല വാദമുണ്ടോ? കുടിക്കുന്ന ആൾ മാത്രമാണല്ലോ അപകടത്തിൽപ്പെടുന്നത്. കൊണ്ടുപോയി ഇരിക്കുന്നത് വേറെ ആളെ വാഹനത്തിലാണ്, അത് വേറുള്ളവർക്ക് ഉപദ്രവമാണ്. അങ്ങനെയെങ്കിലും ഈ ലിബറലുകളോട് ഒരു കാര്യം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വലിയ പ്രയാസമാണ്. ആയിക്കോട്ടെ, എന്നാലും ഞാൻ പറയാണ്, റോഡ് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെയും കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീ പീഡനങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികളെ ഉപദ്രവിക്കുക എന്നുള്ളത് മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമാണ്. ക്രൈം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമാണ്. വയലൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം ആൽക്കഹോളിന്റെ എഫക്ട്സ് ആയിട്ട് നമുക്ക് സാമൂഹിക തലത്തിൽ തന്നെ കാണാൻ സാധിക്കും. കരളടിച്ചു പോകുന്ന കഥയൊക്കെ അവിടെ കട്ടെ.